മാട്ടുങ്ങ എന്ന് പറയുന്നിട്ട് അത് ഒരു ഗ്രൗണ്ട് പ്ലസ് വണ്ണിൻ്റെ ഒരു മാട്ടുങ്ങൽ ഏറ്റവും നല്ല പ്ലെയിൻ സ്ഥലത്ത് ഒരു ഒരു ഹാഫ് ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട്. ഒരു ഗാർഡനോട് കൂടിയൊരു ബംഗ്ലോ. അതായിരുന്നു ബൊംബെക്ക് വലിയ സമാജം അന്നത്തെ. ഒരു മേനോനാഥ് സമാജത്തിന് കൊടുത്ത ഒരു തണൽ വൃക്ഷമാണ് അത് ആക്ച്വലി. അവിടെ ഈവനിങ്ങിലാണ് പോയപ്പോൾ അവിടെ അത് പൂട്ടിയിട്ട് പോയിരുന്നു. നല്ല തണുപ്പുള്ള സമയം. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അവിടെ ഒരു സിമെൻറ്റ് ബെഞ്ചുണ്ടായിരുന്നു ഗാർഡനിൽ. അവിടെ ഇരുന്ന് രാത്രി ഭയങ്കരമായിട്ട് തണുത്ത് വിറച്ച്. ഇപ്പം കാലത്തൊരു 8 മണിയായപ്പം എൻ്റെ ഓഫീസ് സ്റ്റാഫുകാർ വന്ന് തുറന്നു. എന്നിട്ട് എൻ്റെ സെക്രട്ടറി വന്നു. അതിനുശേഷം അവർ ഞാനൊക്കെ കൈ കാണിച്ച് വിളിച്ചു. രാത്രി മുഴുക്ക തണുത്ത് വിറച്ചല്ലേ, നിങ്ങൾ ഇവിടെ ഇരുന്നു. അവിടെ സ്ഥിരം ഇങ്ങനെ ആൾക്കാർ അവിടെ പോകാറുണ്ട് ഹെൽപ്പ് ചെയ്യാനോ. അപ്പോൾ ഇവർ സഹായിക്കുകയും ചെയ്യും. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി തന്നത്. അന്നല്ലെങ്കിൽ മറാഠികൾ ഉപദ്രവിക്കുന്ന സമയങ്ങളിൽ ഈ തമിഴ്, തെലുങ്ക് ഇങ്ങനെയുള്ള എല്ലാ സമാജങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അന്ന് ബോംബെയിൽ ആൾക്കാരുടെ ആവശ്യവും ജോലിയുള്ള സമയം, ഗൾഫല്ലല്ലോ. അങ്ങനെ പോയി. അപ്പം പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ടോ, പേര് പോലും കേട്ടില്ല, ഫ്രഷ് ആയിട്ടോ. അപ്പം ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ വെളിയിൽ 2 പീസ് ഇഡ്ഡലിയും ഒരു ചായയൊക്കെ മേടിച്ച് വെച്ചു കഴിക്കാൻ പറഞ്ഞു. സത്യം നമ്മൾ അതിന് ശേഷമാണ് കാര്യം കേട്ടത്. പറഞ്ഞു ഒന്നും അറിയില്ല, എന്തും ചെയ്യാൻ തയ്യാറാണ്, ഹോട്ടൽ പണി ചെയ്യാൻ പറ്റും, പറഞ്ഞു ചെയ്യാം. അപ്പോൾ എല്ലാവരെയും വിളിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു ഷെട്ടി, രാജേഷ് ഷെട്ടി എന്ന് പറഞ്ഞു, BA ഒക്കെ പാസ്സായിട്ട് മാംഗ്ലൂരിൽ നിന്ന് അവിടെ റെസ്റ്റോറൻറ്റ് നടത്താൻ പറയുന്നു. ഭയങ്കര അന്ന് വേക്കൻസി ഉണ്ട്, ആൾക്കാർക്ക് ഇവിടെ പോയാലും ജോബ്. അപ്പം അതുകൊണ്ടാണ് ഈ സമാജങ്ങളിൽ നമ്പർ കൊടുത്തു വിടുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ജോലിക്ക് ആളിനെ വേണം. അങ്ങനെ പോയതാണ്. അങ്ങനെ ആ ഷെട്ടി BA ഒക്കെ പാസ്സായിട്ട് വന്ന അയാൾക്ക് ഇത്തിരി മലയാളം കൂടെ അറിയാം. അങ്ങനെ ആ സമാജം വന്ന് കൊണ്ടുപോയി എന്നെ കൂടെയാണ് ബൈന്ദറിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമാജത്തിൻ്റെ പ്രസിഡന്റ് ഇപ്പം ഞാനാണ്. ബോംബെ കേരളീയ സമാജം. അത് തണൽ മിഷൻ ഇല്ല, മേനോനില്ല, എൻ്റെ കൊടുത്തതാണ്. പക്ഷെ അത് വേറെ ആൾക്കാർ ചേർന്നിട്ട് ചെയ്യുന്നതായിരുന്നു.